ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മാർഷലാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ജസ്റ്റ് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഇതിനകത്ത് ഈ എഫക്റ്റുകൾ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോട്ടോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. HD ഫോട്ടോസുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. 13-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. അതിനു മുമ്പ് നമുക്ക് വേറെ സോങ് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഹോം എടുക്കുക. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് 9.16 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സോങ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ ചെല്ലുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ലെയറിൽ നിന്നും സെലക്ട് ചെയ്യുക. ഒരു സോങ് നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കണം. ബീറ്റ് മാർക്ക് ഇട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ലൈൻ ഇവിടെ വെച്ച് കട്ടാകണമെന്നനുസരിച്ച് ഇങ്ങനെ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. സോങ് കേട്ട ശേഷം ഇങ്ങനെ കട്ടാകുന്ന സ്ഥലത്ത് ഇങ്ങനെ ടൈം പോകുന്നത് ടച്ച് കഴിഞ്ഞാൽ റെഡ് ലൈൻ വീഴുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ബീറ്റ് മാർക്ക് ഇട്ട് കൊടുത്ത ശേഷം എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പ്രത്യേക ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. റൈറ്റ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഫോട്ടോയുടെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഡ്രാഗ് ചെയ്ത് വലിപ്പം കൂട്ടി കൊടുക്കുക. എൻഡ് വരെ എത്തിയ ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കൊടുത്ത ശേഷം നമുക്ക് ഈ ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് ബാക്ക് അടിക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 13-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്, എഫക്റ്റ് ലിങ്ക് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് താഴെ ഗ്രൂപ്പിൻ്റെ താഴെയായിട്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. ഇതിനകത്ത് ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. പേസ്റ്റ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് എഫക്റ്റ് ലഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം ബാക്കി നമുക്ക് കൊടുക്കാനായിട്ട് ബാക്ക് അടിക്കുക. നമ്മൾ എഫക്റ്റിന് ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് സ്റ്റാർട്ടിങ് വെച്ച ശേഷം പേസ്റ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ നമ്മൾ ഗ്രൂപ്പ് എത്തിയില്ല എങ്കിൽ ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക. അതിനുശേഷം വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിയില്ല എങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം എത്തിക്കാൻ ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ ഇതിനകത്ത് ആടിയിരിക്കുന്ന എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും. വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക. എൻഡ് വരെ ഇതുപോലെ തന്നെ പേസ്റ്റ് ലെയർ കൊടുക്കുക. നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിക്കുക. അതിനുശേഷം ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് എത്തിക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത ശേഷം ഇതുപോലെ കംപ്ലീറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത ശേഷം ഇതിനകത്ത് ഫോട്ടോയിൽ ലിറിക്സും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോട്ടോയും വീഡിയോയും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പേസ്റ്റ് ലെയർ കൊടുക്കുക. നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിക്കുക. അതിനുശേഷം ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക. പറഞ്ഞ് മനസ്സിലായല്ലോ. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. ചെയ്ത ശേഷം നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരിക. ഫസ്റ്റ് ഗ്രൂപ്പിൽ വന്ന ശേഷം നമുക്കിതിനകത്ത് ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പോകണം. ഫോട്ടോയും ലിറിക്സും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്ത് ഇവിടെ 4 വീണ്ടും ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൂന്നാമത് കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ഉണ്ടല്ലോ, ആ ലെയർ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുത്ത ശേഷം ഇത് ലിറിക്സാണ്. ഈ ലിറിക്സ് ഇത് കോഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ കോഡ് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ കോഡ് ലിറിക്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം കോഡ് FM എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഫസ്റ്റിലത്തെ ലിറിക്സ് മലയാളത്തിൽ
കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇങ്ങനെ എഴുതി കൊടുത്ത ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ആ കോഡ് പേസ്റ്റ് ചെയ്യാവുള്ളൂ. അല്ല എങ്കിൽ ഈ ഫോട്ടോ ലഭിക്കത്തില്ല. അതിനാണ് നമ്മൾ ഈ കോഡ് ഉപയോഗിക്കുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതിനുശേഷം ഇതിങ്ങനെ കോപ്പി എടുക്കുക. FML കോപ്പി എടുത്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇത് പേസ്റ്റ് ലെയർ കൊടുക്കുക. ലോങ് പ്രസ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മുകളിൽ മലയാളം കാണാൻ സാധിക്കും, താഴെ കോഡും കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കണമല്ലോ. അതിനായിട്ട് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് റെക്റ്റാങ്കിളും കൊടുത്തിട്ടുണ്ട്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുന്നത് ഈ റെക്റ്റാങ്കിളിന് താഴെയായിട്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറിയിൽ നിന്നാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് അടിക്കാൻ നേരത്ത് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കി നിങ്ങൾ ചേഞ്ച് കൊടുക്കുക. ഗ്രൂപ്പ് എടുക്കുക. അതിനുശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. ലിറിക്സ് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ലിറിക്സ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് കറഞ്ഞിട്ട് കോഡ് FML കോഡ് എടുത്ത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം താഴത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. വീണ്ടും ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. അതിനുശേഷം ഈ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. HD ക്വാളിറ്റിയിൽ വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.